എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നതിനെ കുറിച്ചാണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ വ്യക്തിയെ ഓർത്ത് ഈ വീഡിയോ കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളെയാണ് നമ്മളിവിടെ കാണുന്നത്. മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം അല്പം പോലും കുറയാതെ, ആത്മാർത്ഥതയും അല്പം പോലും കുറയാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന രണ്ട് മനുഷ്യർ. അതാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറണ്ട് ഫീലിങ്സ്, ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ബന്ധം മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധികൾ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും പ്രതിസന്ധികൾ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള സംശയം നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. മുന്നോട്ട് പോകാൻ വഴിയില്ല. എത്ര ശ്രമിച്ചിട്ടും ബന്ധത്തിൽ പ്രതിസന്ധികൾ മാറുന്നില്ല. എത്ര തവണ ആ പ്രതിസന്ധി മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികളായിട്ടത് വരികയാണ്. അത് ഹൃദയത്തിൽ ഒരുപാട് വേദന സൃഷ്ടിക്കുന്നുണ്ട്. ഹൃദയത്തിൽ ഒരുപാട് ദുഃഖം സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ കഴിയുന്നില്ല. ദേഷ്യം വരുന്നുണ്ട്. മനസ്സ് തുറന്ന് ആ വ്യക്തിയോട് സംസാരിക്കാൻ തോന്നുന്നില്ല. ആ വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ കൂടുതൽ വഷളാകുമെന്നോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ കുറവല്ല, എല്ലാം കൂടിയും ഒരുമിച്ച് വന്ന് നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിലാകുന്നു. പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. മാറാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാക്കിയെടുക്കാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു ദുർവിധി പോലെ ചില പ്രതിസന്ധികൾ ഒന്നിനു പുറകെ എത്ര മാറ്റാൻ ശ്രമിച്ചിട്ടും മാറുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ച വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ പ്രതിസന്ധിയിൽ പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. പ്രതിസന്ധി നിങ്ങളെ ബാധിക്കുകയാണ്. പ്രതിസന്ധി നിങ്ങളെ പ്രശ്നത്തിലാക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒന്ന് രക്ഷ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴിയുന്നില്ല. പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. ആരോട് പറയാൻ, എന്തൊരു പോകുമ്പോൾ ഇതിൽ കാണാൻ എന്നുള്ളൊരു വലിയ തരത്തിലുള്ള ടെൻഷൻ പോകുന്നു. നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറണ്ട് ഫീലിങ്സ് വളരെ നെഗറ്റീവായിട്ടാണ് പോകുന്നത്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങൾ നിങ്ങളെ സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല. സാഹചര്യങ്ങൾ നിങ്ങൾക്കൊരു നന്മ നൽകുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിങ്ങൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല. സാഹചര്യങ്ങൾ നിങ്ങളെ വലിഞ്ഞു മുറുകുകയാണ്. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രതിസന്ധി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും അവിടെ നിന്നൊക്കെ വന്ന് നിങ്ങളെ വല്ലാതെ വലിച്ചു മുറുക്കുകയാണ്. എങ്ങനെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും? എങ്ങനെ ഈ പ്രതിസന്ധികളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും? അത് നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പ്രതിസന്ധി ഒരു വലിയ തടസ്സമായി ഭവിക്കുകയാണ്. ഓരോ ദിവസവും പ്രതിസന്ധികളുടെ ആ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രതിസന്ധികളുടെ ആ നൂലാമാലകൾ ഒരു ഘട്ടത്തിൽ അല്ല, പല ഘട്ടത്തിലും നിങ്ങളെ വേദനിപ്പിക്കുകയാണ്. പ്രതിസന്ധികളുടെ നൂലാമാലകൾ മൂലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രതിസന്ധികളുടെ നൂലാമാല മൂലം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഭവിക്കുന്നു. തടസ്സങ്ങൾ മൂലം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. പ്രതിസന്ധികളുടെ ഒരു വേലിയേറ്റവും വേലിയിറക്കവുമാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെ ഇതിനെല്ലാം തരണം ചെയ്യാൻ സാധിക്കും? എങ്ങനെയെല്ലാം ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും? നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരവും കിട്ടുന്നില്ല.
നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രതിസന്ധി ഭവിക്കുകയാണ്. ആ പ്രതിസന്ധി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. അത് നിങ്ങളെ വലിഞ്ഞു മുറുകുമ്പോൾ, നിങ്ങൾ പ്രതിസന്ധിയിൽ ആഴ്ത്തുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. വല്ലാത്ത ഒരു സങ്കീർണത അവിടെ ഭവിക്കുകയാണ്. വല്ലാത്തൊരു പ്രതിസന്ധിയായിട്ടത് ഭവിക്കുകയാണ്. എത്രയെത്ര പ്രതിസന്ധികളാണ് നിങ്ങൾ തരണം ചെയ്തത്, എത്ര പ്രശ്നങ്ങളാണ് നിങ്ങൾ തരണം ചെയ്തത്. അതിൻ്റെ ഇടയിൽ ജീവിതം വല്ലാതെ വഴിമുട്ടുകയാണ്. ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും വലുതായിട്ട് ഇത് തോന്നുന്നു. പക്ഷെ മനസ്സിലൊന്ന് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ കഴിയണില്ല. ജീവിതം വല്ലാത്തൊരു സങ്കീർണതയായി മാറുന്നു. കീറാമുട്ടി എന്നൊക്കെ പറയൂലേ, ബന്ധത്തിൽ സമീപകാലത്തൊന്നും സമാനതകളില്ലാത്തൊരു ഉലച്ചിലുണ്ടാവുന്നു. ആ വ്യക്തിയുടെ നിങ്ങളുടെ കുഴപ്പമല്ല, ഉള്ളിലുള്ള പ്രതിസന്ധി, ഉള്ളിലുള്ള സംഘർഷാവസ്ഥ അത് ഭവിക്കുകയാണ്. ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങളായി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളുടെ നൂലാമാലകൾ ഭേദിച്ചുകൊണ്ട്, ഈ പ്രതിസന്ധികളുടെ നൂലാമാലകൾ മാറ്റിയെടുത്തുകൊണ്ട് രക്ഷ നേടാൻ കഴിയണം, മാറാൻ കഴിയണം. അത് വല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ജീവിതത്തിൽ അവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി താങ്ങാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ അവ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കാരണത്താൽ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വഷളാകുന്നുണ്ട്. ആരുടെയും കുറ്റമില്ല. ഇപ്പോൾ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ നിങ്ങളുടെ കുറ്റമല്ല, ആ വ്യക്തിയെ വിളിച്ചു ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ കുറ്റമല്ല, സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങൾ വല്ലാതെ നിങ്ങൾക്കെതിരായി മാറിയിട്ടുണ്ട്. മാറുന്നില്ല ഒരു കാലക്കേട്. ഇപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ പ്രതിസന്ധി മാറുന്നില്ല, വെല്ലുവിളികൾ എവിടെ തൊട്ടാലും കുരുക്ക് വീഴുന്നൊരവസ്ഥ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിതത്തെ നേർവഴിക്ക് നയിക്കാനുള്ളൊരു കാലഘട്ടം എത്തും. അതിൻ്റെ ഒരു ഫിനിഷിങ് പോയിൻ്റ് തന്നെയാണിത്. മാക്സിമം ഉപദ്രവിക്കപ്പെടുന്ന, മാക്സിമം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അവസ്ഥ, ആ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട്, ആ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് ജീവിതത്തിൽ പോകാൻ കഴിയണം. ജീവിതം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വല്ലാത്തതാണ്. ജീവിതം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മൂലം ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടാകുന്നില്ല. ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച വ്യക്തിയുമായിട്ട് സമാധാനത്തോടൊന്ന് വർത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, ദേഷ്യം കൂടുകയാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ വെറുതെ ഉണ്ടാവണം. നിങ്ങൾക്കറിയാം ആ വ്യക്തിയുടെ കുഴപ്പമല്ല പല കാര്യങ്ങളും. പക്ഷെ എന്നാലും വെറുതെ പറഞ്ഞു മുഷിയുകയാണ്. ഈ സമയത്ത് സംസാരം കുറക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് പറയേണ്ടി വരും. സംസാരം കുറക്കാൻ വേണ്ടി മാറി നിൽക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും അതും പ്രതിസന്ധിയാകുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ വന്ന് ഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി, മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മബലം, അത് ആസക്തമാക്കുക, അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. ബന്ധത്തിൽ നിങ്ങൾ പണ്ട് ഓരോ നിമിഷവും നിങ്ങളുടെ വ്യക്തിയെ അറിഞ്ഞറിഞ്ഞ് സ്നേഹിച്ച് അതിൻ്റെ എനർജി എത്രയോ മടങ്ങ് വർദ്ധിച്ച് പോകുന്നതാണ്. ഇപ്പോൾ ചില പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അത് നെഗറ്റീവ് എനർജി ആയിട്ട് മാറുകയാണ്. പോസിറ്റീവ് എനർജി ഒട്ടും ഇല്ലാതെ ബന്ധം മുന്നോട്ട് പോവുകയാണ്. വെറുതെ തർക്കിച്ച്, വെറുതെ വഴക്കിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. എങ്ങനെ നോക്കിയാലും
തമ്മിൽ തർക്കം ഉണ്ടാവുന്നു, വിഭിന്ന സ്വരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ആർക്കും ആരോടും വൈരാഗ്യമൊന്നുമില്ല, പക്ഷേ ഭിന്നിപ്പിൻ്റെ സ്വരം ഉണ്ടാവുന്നു. ആർക്കും ആരോടും ദേഷ്യമില്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ദുഃഖമായിട്ട് മാറുന്നു. എങ്ങനെ ആ ഭിന്നിപ്പിൻ്റെ സ്വരം അവിടെ ഉണ്ടായി? എങ്ങനെ ആ ഭിന്നിപ്പ് അവിടെ ഉണ്ടായി? എങ്ങനെ പ്രതിസന്ധി ഉണ്ടായത് എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രൂക്ഷമായ പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നത്. ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളെ തരണം ചെയ്ത, നിരവധി സങ്കീർണതകളെ തരണം ചെയ്തൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ട്. ഒന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല ദിനങ്ങൾ തീർച്ചയായിട്ടും എത്തും. എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് കഴിയും. എത്ര സങ്കീർണതയാണ് ഇമ്മീഡിയറ്റായിട്ട് തീർക്കാനുള്ളത്. പലരോടുള്ള പല കമ്മിറ്റ്മെൻറ്റുകളും, സാമ്പത്തികമായ കമ്മിറ്റ്മെൻറ്റുകളും, സാഹചര്യത്തിനധിഷ്ഠിതമായ പ്രശ്നങ്ങളും, നിങ്ങളറിയാത്ത തെറ്റിന് കുറ്റപ്പെടുത്തപ്പെടുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട്. ഇവയോരോന്നും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ അതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അത് അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് മാറും, വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറും. ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ, ജീവിതം വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന ഒരു ഉപാധിയാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിൻ്റെ സങ്കീർണതകളും, ജീവിതം നമുക്ക് സമ്മാനിച്ച വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം കടന്ന്, എല്ലാ പ്രതിസന്ധികളും മാറി ജീവിതത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നഷ്ടപ്പെടുത്താനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. അങ്ങനെ തച്ചുടയ്ക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ജീവിതത്തിലെ നഷ്ടങ്ങളെല്ലാം മാറ്റി, ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം മാറ്റി എന്നെന്നും സന്തോഷകരമായൊരു ജീവിതം, എന്നെന്നും പ്രശ്നങ്ങളെ അതിജയിക്കുന്നൊരു ജീവിതം അതുണ്ടാകേണ്ടതാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. തല പെരുക്കുന്നുണ്ട് പലപ്പോഴും. ഇപ്പോൾ പോലും അറിയാം ബന്ധത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി നിങ്ങളുടെ വ്യക്തിയുടെയോ കുഴപ്പമല്ല. പക്ഷെ പ്രതിസന്ധി അകലുന്നില്ല. അതൊരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ. ആ പരീക്ഷണത്തിൻ്റെ കാലം കഴിയാറായി. അതുകൊണ്ടാണ് അതിന് വലിയ ഗാഢത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ചുറ്റുവട്ടത്തുനിന്ന് സാഹചര്യങ്ങളും ചില വ്യക്തികളും നിങ്ങളെ ഞെരുക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന്, തിരുത്തിയാലും തീരാത്ത തെറ്റുകളുടെ ഒരു കൂമ്പാരമാകുന്നു. എവിടെയും നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കുന്നു. ആ നഷ്ടത്തേക്ക് അതിജയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തുകൊണ്ട്, നഷ്ടങ്ങളെ അതിജയിച്ചുകൊണ്ട്, പ്രശ്നങ്ങളെ അതിജയിച്ചുകൊണ്ട് കൃത്യമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ശക്തി നിങ്ങൾ നേടേണ്ടതുണ്ട്. ആ ശക്തി നിങ്ങളിലേക്ക് എത്തും. ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യമാണ് പറഞ്ഞത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ റിലേഷൻഷിപ്പ്. ബന്ധത്തിലെ ആ പ്രതിസന്ധികൾ മാറി ബന്ധം ഏറ്റവും ഊഷ്മളമാകുന്നൊരവസ്ഥയിലേക്ക് എത്തും. മനസ്സ് സജ്ജമാക്കുക, മനസ്സ് ഉറപ്പിച്ച് നിർത്തുക. പരീക്ഷണം കഴിയും. ഇപ്പോൾ കൂടുതൽ സംസാരം കുറച്ചോ വേണമെങ്കിൽ സംസാരിച്ചാൽ വഷളാവാനാണ് സാധ്യതയെങ്കിൽ സംസാരം കുറച്ച് മുന്നോട്ട് പോവുക. സംസാരം കുറച്ച് പോവുക. വഴക്കടിക്കണ്ട. കാരണം ഈ കാലഘട്ടം തരണം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക്
നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആ ഒരു നന്മ, സമൃദ്ധി അത് വരിക തന്നെ ചെയ്യും. കാത്തിരിക്കുക. എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് നിങ്ങൾ മുന്നേറും. ബന്ധം പോസിറ്റീവാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.